മോനെ, അത് നിധിയുടെ സ്കൂട്ടർ അല്ലേ? അതെ. പാറു വന്നേ. യോജനങ്ങളെ നിധി ഇവിടെ വന്നിട്ടുണ്ട്, അത് ഉറപ്പാ. അല്ലെങ്കിൽ ഈ സ്കൂട്ടർ ഇവിടെ വരില്ലല്ലോ. CCTV കവറേജ് ഈ ഭാഗത്തില്ല, അതാ ക്യാമറ കിട്ടാത്തത്. ഇവിടം വരെ വന്ന നിധി പിന്നെന്താ അമ്പലത്തിൽ കയറാത്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോനെ, എന്തൊക്കെയാ കാണുന്നത്? പാറു, സമയം കളയണ്ട, വേഗം വാ. നമുക്ക് ആദ്യം പോയി മായയെ കാണാം. ശരി ഞങ്ങളെ. മായ തെരേസ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ശിവാനിയെ വിളിക്കാനായി ഞാൻ ഈ കുട്ടിയെ പറഞ്ഞു വിടുകയും ചെയ്തിരുന്നു. ഇത് ഹസ്ബൻഡ് കുളിക്കായിരുന്നു. സാരമില്ല, ഞാൻ വന്നതിന്റെ കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? എന്തെങ്കിലും സൂചന കിട്ടിയോ മാഡം? ഗൗതം അമ്പലത്തിൽ പോയി അന്വേഷിച്ചു, CCTV ഫുട്ടേജും നോക്കി. നിധി അവിടെ എത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാനായത്. സംഭവത്തിന്റെ സർക്കംസ്റ്റാൻസ് വെച്ച് നോക്കിയ ഒരു കിഡ്നാപ്പിംഗിന്റെ ലക്ഷണം കാണുന്നുണ്ട്. കാരണം മേജർ ആക്സിഡന്റ്സ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബൈ ദ വേ, നിധിക്ക് പറയത്തക്ക ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയത്തക്ക ശത്രുക്കൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ശത്രുക്കളെ ഉള്ളു മാഡം, കയ്യിലിരിപ്പത് ഉള്ളത് പറയാലോ. CK ചന്ദ്രബോസ് എന്ന പേരുള്ള ഒരു ബിസിനസ്മാൻ. പുള്ളിക്കാരന്റെ ഭാര്യ ഒരു ജ്യോതിർമയി. എന്തിന് ഈ വീട്ടിലുള്ള വസുന്ധരാന്റി പോലും അവളുടെ ശത്രുവാ. സത്യം പറഞ്ഞ അവളെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ മുതല് മനസ്സാലെ എനിക്കൊരു സന്തോഷമുണ്ട്. എക്സ്ക്യൂസ് മീ. പറയൂ ഗൗതം. ഓ, അങ്ങനെയാണോ? ശരി ശരി, ഞാനിവിടെ ഉണ്ട്, നമുക്ക് നോക്കാം. വേഗം വരൂ. നിധി അമ്പലത്തിനകത്ത് കയറിയിട്ടില്ലെങ്കിലും നിധിയുടെ സ്കൂട്ടർ അമ്പലത്തിന് പുറത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ നിധി അവിടം വരെ എത്തിയെന്നുള്ളത് ഉറപ്പാ. അവിടം വരെ എത്തിയെങ്കിൽ പിന്നെ നിധിമോൾ എന്താ അമ്പലത്തിൽ കയറാത്തെ? ഗൗതം, മായ, എന്റെ നിധിക്ക് എന്താ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഏയ്, ഡോണ്ട് പാനിക് മാൻ, കൂൾ. നമുക്ക് കണ്ടുപിടിക്കുന്നേ. മോളുടെ സ്കൂട്ടർ അമ്പലത്തിൽ തന്നെയുണ്ട്, നമുക്ക് അവിടെയൊക്കെ തന്നെ ഒന്നുകൂടെ അന്വേഷിച്ചാലോ? അമ്മ സമാധാനായിട്ടിരിക്കെ. നിധി എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചു തരും. ഗൗതം, 1 മിനിറ്റ്, വരൂ. ഫോൺ പോലും സ്വിച്ച് ഓഫ് ആയ സ്ഥിതിക്ക് നിധിയെ കാണാതായതിന് പിന്നിൽ മറ്റാരുടെയോ കൈയുണ്ടെന്ന് സംശയിച്ചേ മതിയാവും. ആരായിരിക്കും അത് ചെയ്തത്? ഇതുവരെ കേട്ടറിഞ്ഞതിൽ വെച്ച് എന്റെ മുന്നിൽ 3 പേരുകളുണ്ട്. ഒന്ന് ഒരു CK ചന്ദ്രബോസ്, സെക്കൻഡ് വൺ ജ്യോതിർമയി, ആൻഡ് ദ തേർഡ് പേഴ്സൺ വസുന്ധര ആന്റി. ഇതാണ് വസുന്ധര അമ്മ. എക്സ്ക്യൂസ് മീ. ഞാൻ DCP മായ തെരേസ. നിധിയെ കാണാതായതിനെ പറ്റി അന്വേഷിക്കാൻ വന്നതായിരിക്കും അല്ലേ?
നിധിയുടെ സ്വഭാവത്തിന് അവൾക്ക് ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കുമെന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു. ഇതിപ്പോ കാണാതായതല്ലേ ഉള്ളൂ. ക്ലൈമാക്സിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക്. മാഡം, നിധിയെ കാണാനില്ല എന്ന വിവരം മാഡം അപ്പം നേരത്തെ അറിഞ്ഞു അല്ലേ? ഈ വിവരം മാഡം എങ്ങനെയാ അറിഞ്ഞത്? അറിഞ്ഞല്ലേ പറ്റൂ. അറിയണമല്ലോ. ഞാനും ഈ ലോകത്ത് തന്നെയല്ലേ ജീവിക്കുന്നത്. എന്തായാലും മാഡം അന്വേഷിക്കേ. ശിവാനി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക. എന്താ വരുന്നെന്റി? എന്തായാലും ഈ ആന്റിയുടെ മേലൊരു കണ്ണ് വെച്ചേക്കുന്നത് നല്ലതാ. ഒരു നമ്പറാണ്, ലാസ്റ്റ് 333 വരുന്ന ഒരു നമ്പർ. അറ്റൻഡ് സ്പീക്കർ ഇട്. ഹലോ, ഞാൻ ആരാണെന്നോ എന്താണെന്നുള്ള ചോദ്യമൊന്നും വേണ്ട. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിധി അങ്ങ് മറന്നേക്ക്. ഇനി അവളെ അന്വേഷിക്കണ്ട. ഹലോ, ആരാ നിങ്ങള്? അത് പറഞ്ഞേ പറ്റൂ. അത് ചോദിക്കരുതെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതല്ലേ ഗൗതം. ഇനി എന്റെ പുറകെ നടന്ന് നിങ്ങൾ സമയം കളയുകയും വേണ്ട. കാരണം ഒരിക്കലും നിധി ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. സത്യം പറയാലോ, ഞാനിതിൽ നിരപരാധിയാണ്. അപ്പൊ പിന്നൊരു ചോദ്യമുണ്ട്, എനിക്കിതിൽ എന്താ റോളെന്ന്. വേണമെങ്കിൽ എന്നെ ഒരു ഇൻഫോമറായി നിങ്ങൾ കൂട്ടിക്കൊള്ളൂ. നിധിയെ കാണാതായതിനു പിന്നിൽ 3 പേരെ നിങ്ങൾക്ക് സംശയിക്കാം. CK ചന്ദ്രബോസ്, ജ്യോതിർമയി, പിന്നെ വസുന്ധര.